guys, welcome back to Pommiappu Vlogs. അപ്പൊ നമ്മ കൊറേ ആയി വീഡിയോ എടുക്കാത്ത കൊറേ ലിങ്ക് ഭയങ്കര കൊറേ ലോങ് ആയി. അപ്പൊ എന്റെ ഫുള്ള് വീട്ടിലല്ല കല കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് കാണുന്നുണ്ടാന്ന് അറിയില്ല, ക്യാമറയിൽ പക്ക കാണുന്നുണ്ടാവും. ഇപ്പൊ ഫുള്ള് കുറവുണ്ട്. അതൊന്നും ഒരു പ്രാവശ്യം നാട്ടിലേക്ക് വന്നപ്പോ ജസ്റ്റ് എനിക്ക് ബോഡി വീക്ക്നെസ് ആയിട്ട് തല ഇറങ്ങിയിട്ടെല്ലാം പിന്നെ അപ്പൊ അതിന്റെ കുറച്ച് എന്തെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ബാക്കിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ടിട്ട് പേടിച്ചിട്ട് അങ്ങനെ ആയിട്ടുണ്ടായി, ബ്ലഡ് എല്ലാം വന്നിട്ടുണ്ടായി. പിന്നെ ഞാൻ ഫുള്ള് ട്രീറ്റ്മെന്റ് ഞാൻ തന്നെ ട്രീറ്റ്മെന്റ് ആക്കിയിട്ട് ശരിയാക്കിയത്. വീണക്കാലല്ലേ. അപ്പൊ ഞാൻ ഇതുവരെ വ്ലോഗ് എടുക്കാത്ത എന്താ കൊറേ ആള് ചോദിക്കുന്നത്. ഞാൻ ഇപ്പോഴും ബാംഗ്ലൂരിലുള്ള പോലെ ബാംഗ്ലൂരിൽ എപ്പോ വന്ന ഞാൻ ബാംഗ്ലൂരിൽ വന്നിട്ട് കൊറേ ആയി. എത്ര 3 months ആയി ഞാൻ വന്നിട്ട്. ഞാൻ ഇപ്പൊ നാട്ടിലാണ് ഉള്ളത്. എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബാംഗ്ലൂരിലല്ല ഇനി എപ്പോ പോന്ന അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ ബാംഗ്ലൂർ പോയിട്ട് 1 month ആണ് ഉണ്ടായത്. 1 month ഉണ്ടായത് ഞാൻ ബാംഗ്ലൂർ സെറ്റിൽ അങ്ങനെ അവന് പോയതെന്തല്ല, ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് സെറ്റിൽ അവന് അവര് നോക്കാം, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ അവിടെ നോക്കിട്ട് നിക്കാ അങ്ങനെ വിചാരിച്ചിട്ട് പോയത്. പക്ഷെ ആ പ്ലാൻ എല്ലാം തകർന്നു ഫുള്ള് ചേഞ്ച് ആയി. നമ്മ പ്ലാൻ ഒക്കെ എന്താ നടക്കുന്നില്ല. സോ അപ്പൊ നമ്മ ഇതുവരെ എന്താ വ്ലോഗ് ഇടാത്ത അല്ലെങ്കിൽ ഞാന് അവിടെ പോയിട്ടാകുമ്പോ പ്രഗ്നന്റ് ആയി. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ട് 4 month ആയി. അപ്പൊ 3 month റിവീൽ ആക്കുന്ന വേണ്ട അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് പിന്നെ എന്തായാലും പ്രഗ്നൻസി വുമൻസിന് അറിയാം 3 month എത്രത്തോളം വോമിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ട് ഉണ്ടാവുന്ന കാര്യം. അപ്പോ അങ്ങനെ കൊറേ അങ്ങനെ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കാത്തത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ റീൽസ് എന്തെങ്കിലും ഇട്ടോണ്ടായത്. അങ്ങനെ കുറെ ആളുകൾ ചോദിക്കണേ എന്താ വ്ലോഗ് നിർത്തിയിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് ഞാൻ എണിക്കണ്ടേ ഞാൻ എണിച്ചെങ്കിലേ വ്ലോഗ് എടുക്കാൻ കഴിയും. അങ്ങനെ പിന്നെ അപ്പൊ ഉണ്ടായിട്ട് അപ്പൊ ബാംഗ്ലൂർ ഉണ്ടായത് 1 week കഴിഞ്ഞ്. അപ്പൊ പ്ലാൻ ചേഞ്ച് ആക്കിയിട്ട് വേറെ ഒരു പ്ലേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വന്നിട്ട് 3 month നീ വരുന്ന ഞാൻ പ്രഗ്നൻസി ആയപ്പോ ഞങ്ങൾക്ക് ഒട്ടും കഴിയുന്നുണ്ടായിട്ടാടാ വോമിറ്റിംഗ് കാര്യം. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് പോകുന്നു, എനിക്ക് ഇട പറ്റുന്നില്ല. കാരണം അപ്പൊ പോയിട്ട് വരുമ്പോ എന്തായിരുന്നു ഓൾറെഡി നമ്മളെ ബ്ലോഗ് കണ്ടവർക്ക് അറിയും. അപ്പൊ പോയിട്ട് വരുമ്പോ ഞാൻ അവിടെ റൂമിൽ പോസ്റ്റ് ആയിട്ടിരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ പ്രഗ്നൻസി ആയതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നു സേഫ് അല്ല. സോ പെട്ടെന്ന് എത്താനും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് നാട്ടിലേക്ക് വരാം. അങ്ങനെ എമർജൻസി ആയിട്ട് ഞാൻ നാട്ടിലേക്ക് ഇന്ന് പ്രഗ്നൻസി അറിഞ്ഞിട്ട് ഞാൻ 2 days കഴിഞ്ഞു അപ്പനോട് പറയുമ്പോ അപ്പനും ഫുള്ള് ടയർഡായിട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടാ. എനിക്ക് പറഞ്ഞപ്പോ ആൾക്കും പിന്നെ ഡൗട്ട് ഉണ്ടായി ഇങ്ങനെ നമ്മുടെ പീരിയഡ്സ് സ്കിപ്പായി. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായി. അപ്പൊ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് 4 month ആയി. ഇൻഷാല്ലാ ഇനിയിപ്പോ ചെക്കപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ നാട്ടിലുള്ളത്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് 3 times ആയിട്ട് അപ്പൊ നാട്ടിലേക്ക് വന്ന് പോന്നു. ഇതന്നെ ഉണ്ടായത്. എന്നിട്ട് ഇതുവരെ എന്നോടാണ് ചോദിക്കുന്നത് നീ ബാംഗ്ലൂരിലല്ലേ നീ ബാംഗ്ലൂർ. അതായത് ചിലപ്പോ വ്ലോഗ് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ടുള്ള വ്ലോഗ് കാണാത്തായിട്ടുണ്ടാവുമ്പോ ചോദിക്കുന്നതായിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ഇടാനുള്ളത് ഇവിടെ വന്നിട്ട് ഇപ്പൊ 3 month ആയാലേ 4 month ആയല്ലേ ടോട്ടല്. അപ്പൊ അങ്ങനെ 4 month ആയി. അപ്പൊ എന്താന്നല്ലെങ്കിൽ എന്തില്ല അപ്പൊ നമ്മളെ പ്രഗ്നൻസി റിവീൽ ആക്കാൻ വന്നത്. പിന്നെ പ്രഗ്നൻസി ഞാൻ അപ്പനോട് റിവീൽ ആക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്തായാലും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കാം. ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു പൊമ്മിയപ്പു വ്ളോഗ്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാല് എനിക്കറിയില്ല, എനിക്ക് കുറച്ച് ഡേയ്സ് ആയിട്ട് ഭയങ്കരമായിട്ട് പനി പിടിച്ചിട്ട് അതിന് ജലദോഷമായിട്ട് പിന്നെ കഫം കെട്ടിട്ട് ചെവി നല്ല വേദന ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡേയ്സിലാണ് ഇപ്പോൾ ഒരു 10-15 days ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഒരു 3-4 days ആയി എനിക്ക് ഒട്ടും വയ്യ, ക്ഷീണാണ്, പിന്നെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നുണ്ട്, ഒട്ടും സ്മെല്ലൊന്നും പറ്റുന്നില്ല, ഒരു രീതിക്കൊക്കെ ആയി. അപ്പം പിന്നെ എൻ്റെ പീരിയഡ്സും സ്കിപ്പായിട്ടുണ്ട്, പീരിയഡ്സ് ഡേറ്റ് സ്കിപ്പായിട്ടുണ്ട്.
അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് 1 month കൂടുതലായി. 1 month 8 ഡേറ്റിന് 1 month ആയി. ഇന്ന് എത്ര ഡേറ്റ്? അപ്പോൾ ഗൈസ് ഇന്ന് 18 ഡേറ്റ്, 18 ഡേറ്റ്. അപ്പം എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്, എന്തായാലും ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്കെന്താ ഇങ്ങനെ എവിടെ, പിന്നെ അല്ലെങ്കിൽ സ്മെല്ലൊരു ഈ റൂമിൻ്റെ പുറത്തൊക്കെ സ്മെല്ല് ഭയങ്കര ഇത്. പക്ഷെ അപ്പനൊട്ടും അങ്ങനെ സ്മെല്ല് പ്രശ്നമല്ല. അപ്പം അങ്ങനെ സ്മെല്ലാവുന്നുണ്ടാ അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമായിരിക്കുമെന്ന്. എനിക്കറിയില്ല, എൻ്റെ ഡൗട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആണോ അല്ലേന്ന്. പിന്നെ ഇപ്പം എങ്ങനെയാണ് പ്ലാൻഡൊന്നല്ല, പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കുന്നില്ല, അല്ല പ്ലാൻ ചെയ്യുന്ന പോലെ അല്ലേ. അപ്പോൾ ഞാനൊരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് എനിക്കറിയുന്നില്ല എന്താ എൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ്, അങ്ങനെ ഒന്നും അറിയുന്നില്ല. പ്രഗ്നൻ്റ് ആയാലും നാട്ടിലേക്ക് പോകേണ്ടി വരും തോന്നുന്നു. പിന്നെ എനിക്കിവിടെ ഒട്ടും പറ്റാത്തൊരവസ്ഥയായി, ഇല്ലെങ്കിൽ എത്ര സ്ട്രഗിളായാലും ഞാൻ അപ്പനൊപ്പന്നെ നിൽക്കും. പക്ഷെ ഇതിപ്പോൾ അപ്പോൾ ഉള്ളപ്പോൾ എനിക്ക് അത്ര ഇതാകുന്നില്ല. അപ്പോൾ പോയ പിന്നെ ഞാൻ ഒറ്റക്കായ പോലെ ഫീൽ ആണ്. കാരണം മോർണിംഗ് പോയാൽ പിന്നെ വരുന്നത് ചിലപ്പോൾ ലേറ്റ് ആവും, ചിലപ്പോൾ 12 മണിയെല്ലാം ആവും രാത്രി. സോ അപ്പനും ശരിക്കൊരു ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ഞാനിവിടെ ഒറ്റക്കല്ലേ, ആ ഒരു ഓർമ്മ ഉണ്ടായിട്ട് അതന്നെ ആവും. ഇതിപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. 2 ലൈൻ വന്നാലും ഞാൻ നാട്ടിലേക്ക് മിക്കവാറും കെട്ടിടിക്കേണ്ടി വരും തോന്നുന്നു, അറിയില്ല, നോക്കാം. ഇപ്പം പിന്നെ അല്ല തന്നാൽ എന്തായാലും സ്വീകരിക്കും, അത്രയേ ഉള്ളൂ. എനിക്കൊട്ടും പറ്റുന്നില്ല, ഭയങ്കര ഇവിടെ ചൂടെടുക്കുന്നുണ്ട്. ഓക്കെ, വിയർത്തൊലിച്ചു. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഞാൻ യൂറിൻ എടുത്തിട്ടുണ്ട് ഇടാ. ഇത് മോർണിംഗ് എടുത്ത യൂറിനാണ്. സോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. എന്നാലും ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്. പൊട്ടിക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇതിന് ബാക്ക് ക്യാമറയിൽ എടുക്കാം, അപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് കാണാമല്ലോ. ഇതാണ് പ്രഗ്നൻസി കിറ്റ്. ഇപ്പം 2 ലൈനും ഇല്ല. ഇതാണ് മറ്റേ യൂറിൻ, ഇത് എനിക്കറിയാം. അപ്പോൾ താഴെ വെച്ചിട്ട് നോക്കാം. ഓക്കെ, എനിക്കറിയില്ല ഞാൻ ഹാപ്പി ആണോ സാഡ് ആണോ, എനിക്കറിയില്ല ശരിക്കും പറഞ്ഞത്. തവക്കൽത്തല്ല, അത്രേ ഉള്ളൂ. നമുക്കിത് ഇട്ട് നോക്കാം. ഇതിലാണ് ഇടുന്നത്. ഏതിൽ യൂറിൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇതിലിട്ടൊക്കെ. ഓക്കെ, വേണ്ടത്ര വെച്ചിട്ടുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ ഗൈസ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്. 2 ലൈൻ വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഞാൻ ഇവിടേക്ക് എന്തോ ഇല്ലേ അർജന്റിൽ വന്നത് പ്രഗ്നൻ്റ് ആവാൻ, അങ്ങനെ ഒരു തോന്നലുണ്ട് എനിക്ക്. പക്ഷെ അപ്പൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയില്ല. പക്ഷെ അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടായി, ഇങ്ങനെ ഇപ്പോൾ ആ ഒരു സാഹചര്യം അല്ലല്ലോ. പീരീഡ്സ് ആയിരുന്നെങ്കിൽ മതിയായിരുന്നു. പിന്നെ ആയാലും പ്രശ്നമൊന്നുമില്ല, എൻ്റെ കൂടെ ഉണ്ടാവാൻ പറ്റൂല പറഞ്ഞു. അല്ലെങ്കിൽ ക്യാഷ് വേണമല്ലോ, ഇനി ചിലവ് കൂടുതലല്ലേ. എനിക്ക്
എനിക്കറിയില്ല ഹാപ്പി ആവാണോ സാഡ് ആവണോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ അവസ്ഥ. എനിക്കൊട്ടും പറ്റുന്നില്ല. അതാണ് എൻ്റെ അവസ്ഥ. 2 ലൈനായി. എനിക്ക് ഒരു 99% ഉറപ്പുണ്ടായിരുന്നു. കാരണം എൻ്റെ പീരിയഡ്സ് സ്കിപ്പായപ്പോഴേ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അപ്പനോട് ഞാൻ ഇങ്ങനെ അടുക്ക് പ്രഗ്നന്റ് ആയാലും എന്ത് ചെയ്യോ, ഞാൻ നാട്ടിലേക്ക് പോകണം, അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ ഉറപ്പിച്ച, അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ എനിക്ക് ഈ സ്മെല്ലെല്ലാം പറ്റാത്ത ഒരവസ്ഥ ആകുമ്പോൾ എനിക്ക് തോന്നും എനിക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് സംഭവിച്ചത് ഈ കാര്യമായിരുന്നു. ഞാനെന്തോ അർജന്റിൽ ബാംഗ്ലൂർ വന്നിട്ട് പ്രഗ്നന്റ് ആയിട്ട് പോകുന്ന പോലെ ഉണ്ട്. പ്രഗ്നന്റ് ആവാനും വേണ്ടിയിട്ട് മാത്രം ഇവിടേക്ക് വന്നത് പോലെ ഉണ്ട്. എനിക്കറിയില്ല എന്താണ് അപ്പോഴൊരു റിയാക്ഷൻ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഹാപ്പി ആവണം എന്നുണ്ട്. കാരണം ഇനി ഹാപ്പി ആയാലേ പറ്റൂ. എത്രയോ പേര് കൊതിക്കുന്നതല്ലേ. ഇപ്പം നമുക്കായെങ്കിൽ ബേബീസിനെ ഭയങ്കര, രണ്ടാൾക്കായെങ്കിൽ ജീവനാണ്. വേറെ ബേബീസിനാണെങ്കിൽ അത്രത്തോളം കൊഞ്ചിക്കും. പിന്നെ നമ്മളടുത്ത് ഏറ്റവും കൂടുതൽ ബേബീസെല്ലാം മിങ്കിളാവും. നമുക്ക് അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇൻഷാല്ലാ നമുക്ക് തന്നെ ആവാൻ പോകുന്നതിനെ അറിയില്ല. ഞാനിപ്പോൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ 3 month കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം അപ്പോൾ ഞാൻ ഒരു ഫസ്റ്റ് പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര റിയാക്ഷൻ ആയിരുന്നു. ഇൻഷാല്ലാ എല്ലാം സെറ്റാക്കാം. ഇപ്പം ഉണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വന്നിട്ടുള്ള അപ്പൻ്റെ നെഗറ്റീവ് റിയാക്ഷൻ ആയാലും എനിക്ക് ഭയങ്കര വിഷമമാവും തോന്നുന്നു. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഞാൻ ലൈമെല്ലാം കൊടുന്നിട്ട് തിന്നാൻ എനിക്ക് ഇങ്ങനെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി, ഭയങ്കര ക്ഷീണം, എത്ര ഉറങ്ങിയാലും മതിയാവില്ല. ഞാൻ 4 മണി വരെയല്ലേ ഇവിടെ ഉറങ്ങുന്നത്. അല്ല, ഞാൻ ഉറങ്ങുന്നത് മോർണിംഗ് അപ്പന് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനെല്ലാം കൊടുത്തിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അത് വേറെ വിഷയം. എന്നാലും 4 മണി വരെയല്ലേ ഉറങ്ങും, എനിക്കും ഫുഡാക്കും. ഇതന്നെ നല്ല ചെവി വേദന ഇപ്പം പറ്റുന്നില്ല. അപ്പൻ്റെ റിയാക്ഷൻ എന്തായിട്ടുണ്ടാവും എനിക്കറിയില്ല. വീട്ടിൽ പോയാലും എന്തായാലും പാരൻസ് ചോദിക്കും, നീ ഇതിനാണല്ലേ ബാംഗ്ലൂർ പോയത്, നല്ല ധൃതി ഉണ്ടായിരുന്നല്ലോ ബാംഗ്ലൂർ പോകാൻ, ഇതായിരുന്നല്ലേ. പക്ഷെ മിന്നാന്നാ എനിക്കിങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി എല്ലാം വരുന്നിട്ട് ഞാൻ അപ്പൻ്റെ ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഉമ്മാനോട് പറഞ്ഞു ഇങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസിൻ്റെ സ്മെല്ലാന്നില്ല. അങ്ങനെ ഇനി അവള് പ്രഗ്നന്റ് ആണോ എന്ന് ഉമ്മ ചോദിച്ചു. അതെ, ഇപ്പൊ ഇനി പ്രഗ്നന്റ് ആവാത്ത ഒരു കുഴപ്പമേ ഉള്ളൂ. അപ്പൻ്റെ റിയാക്ഷൻ എന്തായിട്ടുണ്ടാവുന്നു. ടെൻഷൻ അടിച്ചിട്ട് അണക്കിടെ വേർതിരിയുന്നില്ല. ടെൻഷൻ അടിക്കാൻ പാടില്ല, നീ ഹാപ്പി ആയിരിക്കണം. ഇപ്പൊ നീ ഹാപ്പി ആയിരിക്കണം, നിന്റെ വയറ്റിലൊരു ബേബിയാണ്. പിന്നെ ഞാൻ കുറച്ചും കൂടി മെലിഞ്ഞു, മുമ്പത്തിനേക്കാളും കുറച്ച് മെലിഞ്ഞ് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ഫുഡ് തന്നെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അപ്പനും വേഗം ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ പറയുന്നത് നല്ല ടേസ്റ്റ് ആയിട്ട്, എനിക്കിതിൻ്റെ ടേസ്റ്റ് ഒന്നും പിടിക്കുന്നില്ല. എനിക്കിപ്പോൾ എന്താണ് നാടൻ ചോറും സാമ്പാർ അല്ലെങ്കിൽ ദാളല്, അതും ഫിഷ് ഫ്രൈ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാനാണ് വേണ്ടത്. വേറെ ഒന്നും എനിക്ക് വേണ്ട. ഇല്ലെങ്കിൽ ഞാൻ വലിയൊരു ചിക്കൻ ലവറാണ്. അതൊന്നും എനിക്കിപ്പോൾ വേണ്ട. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പനോട് പറഞ്ഞാല് അങ്ങനല്ല, അപ്പൊ ദേഷ്യപ്പെടുന്നില്ല. ദേഷ്യപ്പെടുന്നതിന് ആളുണ്ടാക്കി അങ്ങനല്ല. ആ ഒരു സിറ്റുവേഷനില്ല. നമ്മളിപ്പോൾ ഇതന്നെ കണ്ടില്ലേ, ചെറിയ റൂം എടുത്തിട്ടാണ്. അപ്പോൾ നാട്ടിലും കുറേ പ്രശ്നങ്ങളുണ്ട്. നാട്ടിലേക്കും അയക്കണം ക്യാഷ്, ഇവിടുത്തെ ചിലവ് നോക്കണം, എൻ്റെ ഫോണിൻ്റെ മന്ത്ലി കെട്ടാനുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് അറിയില്ല അവളുടെ റിയാക്ഷൻ എന്താണ്. ഞാൻ എന്നോട് വന്നതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ എന്നിട്ട് നോക്കാം. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി അപ്പോൾ വന്നിട്ടുള്ള ശേഷമുള്ള റിയാക്ഷൻ കാണാം. ഞാൻ ഇഫ് ഡോണ്ട് മൈൻഡ് നല്ല വിയർത്ത് കുളിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ വന്നിട്ടുള്ള റിയാക്ഷൻ എടുക്കാം.
ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഉമ്മിയപ്പൂ വ്ലോഗ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു ഷൂട്ടിന് പോകാൻ റെഡി ആയിട്ടുണ്ട്. സോ വിചാരിച്ച ഒരു ചെറിയൊരു വ്ലോഗ് എടുക്കാന്ന്. പിന്നെ റീസെൻ്റ്ലി ഞങ്ങളൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പിന്നെ യൂട്യൂബിൽ അത്ര കയറുന്നില്ല, പക്ഷെ റീൽസിൽ അത് നല്ലോണം കയറി. ഇപ്പോൾ നിയർ 1 മില്യൻ്റെ അടുത്തായി, 7 lakh ആയി. 7.5 lakh 7.5 lakh above ആയി. അപ്പോ അതിൽ കുറെ ആള് കമന്റ് ഇട്ടിന് ഞാൻ പൊട്ടത്തി. നേരില് ഞാൻ പൊട്ടത്തിയല്ല. എന്താ ഇവിടെ ബീച്ചില്ലല്ലേ, അപ്പൊ ഇവിടുത്തെ സൂര്യന് വാടുത്ത കാട്ടിലും മുങ്ങുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിന്റെ ആൻസർ എനിക്ക് അറിയാം. ഞാനേ മണ്ട കൂടെയുള്ള നീ മണ്ടനെ നമ്മളെങ്ങനെ വളരൂണ. അത് സമയം ഞാനൊരു പ്ലാൻ ആക്കിയത് എന്തായാലും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കത്തി ഇങ്ങനെ ചോദിച്ചെങ്കിൽ അപ്പൻ്റെ റിപ്ലൈ എന്തായിട്ടുണ്ടാവും? ഒബ്വിയസ്ലി അപ്പല്ലോ എല്ലായിടത്തും ഓരോരോ സൂര്യൻ വെച്ചിട്ടല്ല, ഒരേ സൂര്യനേ ഉള്ളു. അപ്പൊ ആ ഒരു അങ്ങനെ അപ്പന്റെ റിപ്ലൈ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അപ്പനോട് അപ്പനോട് പറഞ്ഞത്, ഞാൻ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കാൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. അപ്പൊ എന്ത് നേറ്റി അപ്പന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ചോദിച്ചെങ്കിൽ ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ തിങ്ക് ആക്കുന്നത് എന്തായാലും അങ്ങനെയല്ല ആൻസർ തരും. അപ്പൊ ശരിക്കും അപ്പൊ എന്നോട് ചോദിക്കുന്നത്, അതന്നെ എനിക്കും അറിയില്ല, നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. അതന്നെ ഇവിടെ ബീച്ചില്ലല്ലേ, സൂര്യൻ എങ്ങനെ മുങ്ങുന്നത്? അപ്പൊ റിട്ടേൺ ചോദിക്കുന്നത്. ഞാൻ ഷോക്കായി, ഞാൻ ഇതല്ല ആൻസർ പ്രതീക്ഷിച്ചത്. ശരിക്കും എനിക്കാണ് ബുദ്ധി ഉള്ളത്, അതിന് ബുദ്ധിയില്ല. അല്ല, പക്ഷെ അത് എന്റെ കമന്റ് ബോക്സിൽ ഫുൾ എന്ത് അപ്പൊ അങ്ങനെ അറിയില്ല, നമുക്ക് ആരോടൊക്കെ ചോദിക്കാം, അതല്ല പ്രശ്നോ. ഞാനങ്ങനെ പറഞ്ഞ് പിന്നെ ഞങ്ങളുടെ സ്ലാങ്ങില്ലേ ഇങ്ങനെ ചോദിക്കുന്നത്, നമ്മളെ ഓൺ ലാംഗ്വേജിലല്ലേ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തല്ലേ എന്നെ ബോളത്തിയാക്കുന്നു? ഞാൻ ബോളത്തിയല്ല, ഞാൻ ബോളത്തില്ല. അപ്പൊ ഞാൻ നേരെ ഞാൻ എങ്ങനെ കേട്ടെ, ഞാൻ ജസ്റ്റ് ഇതാക്കാനായിട്ട്. എന്നിട്ട് അതിന്റെ എല്ലാ റിയാക്ഷനും ഞാൻ അപ്പൊ നോക്കിട്ട് ഷോക്കായി അപ്പൻ ആൻസർ കേട്ടിട്ട്. എന്നിട്ട് അതും മനസ്സിലാക്കുന്നുള്ള ബുദ്ധി എന്റെ കമന്റ് ബോക്സിലുള്ളവർക്ക്. പക്ഷെ അതല്ല, ഞങ്ങൾ ഫണ്ടായിട്ട് തന്നെ എടുത്തിനെ, ഫണ്ടായിട്ട് തന്നെ കൊറേ ക്രിയേറ്റീവ് ആൻസർ ഉണ്ട്. കണ്ടിട്ട് ഞങ്ങൾ കൊറേ ചിരിച്ച് അല്ലെ. പിന്നെ കിണറ്റില് മുങ്ങും, തോട്ടില് മുങ്ങും, പിന്നെ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അത് മുങ്ങും. പിന്നെ പഞ്ചായത്തില് ലൈറ്റ് ഓഫ് ആക്കും, അപ്പൊ അത് മുങ്ങുന്നില്ല. അതിന്റെ ലൈറ്റ് നൈറ്റ് ആകുമ്പോ പഞ്ചായത്തുകാർ വന്നിട്ട് ഓഫ് ആക്കും. അങ്ങനെ കൊറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ട്. അപ്പൊ അതല്ല, നീ എന്ത് പൊട്ടത്തരം ചെയ്യുന്നത്? അപ്പുന് ആൻസറാണ് ഞങ്ങക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തത്. ഭയങ്കര ബുദ്ധിമാനാ. എന്നാ ഞാനിങ്ങനെ പൊട്ടത്തര ശരിയാ? അപ്പോ ശരിയാ അല്ല, എന്താ നീ പൊട്ടത്തി ശരിയാ? അതിന് ഒരു ഉപ്പല്ലാന്നല്ലേ, അപ്പൊ ഒരു പൊട്ടത്തര ശരിയാ? I'm going to become a father. ഇത് ഞാൻ മുന്നേട്ട് ടെസ്റ്റ് ആക്കിനി. പക്ഷെ അന്ന് വീഡിയോ എടുക്കുമ്പോ അപ്പൊ ഷേവ് ആക്കിയിട്ടില്ലേ, അങ്ങനെ ഫുള്ള് എന്റെ റേസ് ആയി. ഞാൻ ഫുള്ള് കരിഞ്ഞു, അന്ന് എന്നെ കരയിപ്പിച്ച്. ഞാനിത് പറയാൻ ഇത് ടെസ്റ്റ് ആക്കിയിട്ട് ഇത് പറയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞ ഒരു വീഡിയോ എടുക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, അതേപോലെ കമന്റിന് റിപ്ലൈ ആയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാം. അപ്പൊ ഓക്കെ നല്ല വന്നേ. എന്നിട്ട് അപ്പന്റെ കോലം കണ്ടിട്ട് അപ്പന് ഇത് എന്ത് കോലം ഇങ്ങനെ വീഡിയോ എടുക്കാം ഇങ്ങനെയല്ല എന്റെ റേസായി. അപ്പോ ഇല്ലേ, അപ്പൊ ഞാൻ എന്തായാലും അപ്പനോട് ഇങ്ങനെ പറയാൻ പറ്റൂലല്ലോ, എനിക്ക് എന്തെങ്കിലും ഇത് പറയണമെന്ന്. എന്നിട്ട് ഇന്നാലും പറ്റിട്ട് ഇന്നാലെ അപ്പൊ വന്നിട്ട് ഷേവ് ആക്കിട്ട് വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടേ. അപ്പൊ വരുമ്പോ ലേറ്റ്. എന്നാലും എന്റെ പ്രതീക്ഷ പോയി, കാരണം എനിക്കിത് ലേറ്റ് ആക്കാനും പറ്റൂല. ഇന്നിപ്പോ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാലും ഞാൻ അതൊരു ഫുഡ് നല്ല ഉണ്ടായിട്ടാ പിന്നെ ബാംഗ്ലൂരിൽ ലേറ്റ് ചുമ്മാ
അപ്പം ഫുഡെല്ലാം കൊടുത്തിട്ട് പള്ളിയിൽ പോയിട്ട് വരുമ്പോഴേക്ക് ഇവള് ഫുള്ള് വോമിറ്റ് ചെയ്തിട്ട് തീരെ വയ്യ. അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്ന് പറയുമ്പോൾ കേൾക്കുന്നില്ല, വേണ്ട 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 എന്ന് തന്നെ പറയുന്നു. ഇപ്പൊ എന്തായാലും ഇത് ഞാൻ ഇതിപ്പോ എനിക്കറിയാം ഞാൻ പ്രഗ്നന്റ് ആയിട്ട്. അപ്പൊ ഇത് ഞാൻ കാണിക്കാതെ ഞാൻ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അവിടെ ബ്ലഡ് ടെസ്റ്റ് ആക്കും അറിയൂ ഞാൻ പ്രഗ്നന്റ് എന്നിട്ട്. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് ഇന്ന് ഫുള്ള് വയക്കങ്ങ് കിട്ടി. എന്ത് വേണ്ട പറയുന്നത് എന്തെങ്കിലും പോവാ, ഫസ്റ്റ് പോയിട്ട് തന്നെ പോവാ അങ്ങനെ. പക്ഷെ ഇത് നമ്മ ഇപ്പൊ പ്രതീക്ഷിച്ചതൊന്നുമല്ല. നീ ഹാപ്പിയാ? ഞാൻ പിന്നെ ഹാപ്പി ആതിരിക്കണം. നിന്നെ സൈക്കോലേ ഞങ്ങക്ക് സഹിക്കല് ഒന്നിനെ ഇവിടെ കൈതല്ല. അവളെന്നെ ഒരു കുഞ്ഞിനെ പോലെ നോക്കുന്ന. അപ്പൊ ഇവൾക്ക് 2 കുഞ്ഞുങ്ങളാവും. അപ്പൊ എല്ലാരും ഇതുവായിരിക്കും നല്ല രീതിയില്. ഇത് ഞാൻ ഇപ്പൊ വേസ്റ്റ് ആക്കും തോന്നില്ല. ഒരു 3 month കഴിക്കും. എനിക്ക് രണ്ടാൾക്ക് ഡൗട്ട് ഉണ്ട്. കാരണം എന്റെ പീരിയഡ്സ് സ്കിപ്പായി. പിന്നെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഭയങ്കര ക്ഷീണോ, പിന്നെ നൈറ്റ് എല്ലാം ഒരു എന്തോ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഒരു സിക്നെസ്, പിന്നെ മോർണിംഗ് സിക്നെസ് കൂടുതലായിട്ടുണ്ടായി. എനിക്കിത് ഞാൻ അനുഭവിച്ചത് എനിക്കറിയാം. കാരണം അപ്പൊ ഡ്യൂട്ടിക്കോ വരുമ്പോ ലേറ്റോ, ഞാൻ അതുവരെ എനിക്ക് പറ്റുന്നില്ല, ഫുഡൊന്നും വാങ്ങുന്നില്ല. പക്ഷെ വയറിലൊന്നും ഇല്ലാത്ത ഒരു വയറ് സങ്കടാണ്, ഒരു എന്തോ പോലാണ്. അസ്വസ്ഥത കഴിയുന്നില്ല. എത്ര 2 നാളായി ഞാൻ ചെല്ലാത്ത. ഇങ്ങനെ ഞങ്ങൾക്ക് മുന്നേ എത്ര ബേജാറായി വർക്ക് വിളിച്ചിട്ട് ഞാൻ പറയുന്നു എന്നെ കരയിപ്പിച്ചല്ലേ. കാരണം ഞാനിത് ഇങ്ങനെ ഒരു ഇത് ഗുഡ് ന്യൂസ് അനൗൺസ് ആക്കുന്ന ടൈമില് ഇങ്ങനെ റേസ് ചെയ്തല്ലോ എന്നോട് ഇങ്ങനെ നേരെ നമുക്ക് വീഡിയോ എടുക്കാൻ, എന്റെ ഈ കോലത്തില് വീഡിയോ എടുക്കുന്ന അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ല. എത്ര കൺട്രോൾ ആക്കിനാണ് എന്റെ അസുഖമല്ലോ പറ്റുന്നില്ല. പക്ഷെ ഒരു ടൈം ആകുമ്പോ അത് പോന്നെ. ഇന്ന് അങ്ങനെ ഫുഡ് കഴിച്ച് ഫസ്റ്റ് ടൈമാണ് ഇന്ന് വോമിറ്റ് ആക്കിയത്. ഇവൾക്ക് പ്രൊമോഷൻ വർക്ക് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോയിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി. എന്ത് ഷൂട്ടൊന്നും നടക്കാതെ അങ്ങനെ കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പൊ പള്ളി കയറ്റി വരുമ്പോ ലേറ്റ് 2:30 പോന്നല്ലേ. ഇപ്പൊ 4 മണിയായി. അപ്പൊ നമുക്ക് പോവാം. നമ്മളൊരു ഹാപ്പിനെസ് നമ്മൾ നിങ്ങളെ അടുത്ത് ഷെയർ ആക്കിയത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഫസ്റ്റ് ടൈം അല്ലേ ഞാൻ ഇപ്പൊ പ്രഗ്നന്റ് ആണ്, എന്ത് അത്ര ഇതില്ലാത്തതാണ്. ഇത് പിന്നെ നമുക്ക് ഒരാൾക്കൊരു വക ഐഡിയ ഉണ്ട്. എന്നല്ലെങ്കിൽ പീരിയഡ്സ് സ്കിപ്പായി ഇങ്ങനെ പീരിയഡ്സ് ഇങ്ങനെ സ്കിപ്പായി. പീരിയഡ്സ് ആണ് റെഗുലർ ആയിട്ട്. അപ്പൊ സ്കിപ്പായി. പിന്നെ അതുപോലെ എനിക്കിങ്ങനെ പറഞ്ഞോണ്ട് എനിക്ക് വോമിറ്റാന്ന് പോലെ ഉണ്ട്. അപ്പൊ എനിക്കൊരു സ്മെല്ല് പറ്റുന്നില്ല എനിക്കോ. അപ്പൊ ഇനി വെറുതെ കോളാക്കുന്നില്ല. അന്നേരം നമ്മ ഹാപ്പി അല്ല തരുന്നത് നമ്മ വാങ്ങിക്കുന്ന അത്ര തന്നെ. അല്ലനെ മാത്രം ചെല്ലിട്ട് കാര്യമില്ല നമ്മളതുണ്ട്. എന്നാലും ഇൻഷാ അല്ലാ എന്തായാലും നല്ലയില് എല്ലാം നല്ല നിലയില് നടക്കട്ടെ. അത്ര തന്നെ. അപ്പൊ നമുക്ക് പോവാലേ. ബൈ ഗൈസ്. 90% എനിക്കൊരു ഉറപ്പുണ്ടായി. അങ്ങനെ വലിയൊരു റിയാക്ഷൻ എന്താ കാരണമുണ്ട്. കണ്ടിട്ടാ അല്ല അതറിയാം. പ്രാങ്ക് ആക്കിനോ പ്രഗ്നൻസി ആയിട്ട്. അതിലെനിക്ക് ഭയങ്കര കൊസിയായി, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായി. പക്ഷെ അത് നോക്കുമ്പോ പ്രാങ്ക് ആയി. ഞാൻ പറയുമ്പോ ഞാൻ നോക്കിട്ട് പോലില്ലേ, ജസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായി. പിന്നെ ഞങ്ങക്കത് ഇതേ ഒരു അമ്മ എന്താക്കണം ഞങ്ങൾക്ക് അറിഞ്ഞിട്ട് ആ ടൈമിന് മുമ്പത്തെ ഒരു പ്രാങ്ക് ഉണ്ടായി. പിന്നെ ഒരു ഉറപ്പ് പോലെ ഉണ്ട്. അങ്ങനെല്ലാം പിന്നെ അള്ളാന്റെ ഒരു കയ്യിലുള്ളത് നമ്മ എന്ത് പറഞ്ഞിട്ട് ഇനിയിപ്പോ മുമ്പ് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. അതെന്തെങ്കിലും അല്ല ഇങ്ങനെ വെച്ചിട്ടുണ്ടോ അങ്ങനെ ഞമ്മ വിചാരിക്കുന്ന. അപ്പൊ അത്ര തന്നെ. പിന്നെ നാളെ ചിലപ്പോ അപ്പൊ പോവും. അപ്പൊ ജോബിലേക്ക് പോവും. അപ്പൊ പിന്നെ ഞാൻ ഒറ്റക്കാന്ന്. അപ്പൊ ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഏകമുള്ള ഒരു ആശ്വാസം അല്ലെങ്കിൽ എന്റെ അപ്പു. അപ്പൊ എനിക്ക് പോകുമ്പോ ഭയങ്കര എന്തോ എനിക്കൊരു സമാധാനമില്ല നൽകിയിരുന്നു. കാരണം ഓക്ക് ഞാനാണ് ഭയങ്കര കംഫർട്ടബിൾ. അപ്പൊ ഞാൻ ഇല്ലാത്തപ്പോ എന്താക്കും അങ്ങനത്തെ ഒരു മൈൻഡിൽ ഇതേ ചിന്തിരിക്കുന്നല്ലേ. ഒരു സമാധാനമാണില്ല. എനിക്ക് എന്തിപ്പോ
എന്താ അപ്പൊ അടുത്തുണ്ടാവാൻ ഒരു സമാധാനം. ഇപ്പൊ എല്ലാവർക്കും അറിയാം ഓരോ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ എന്നെ അടുത്തുണ്ടാവാൻ പറ്റുണ്ടാവും സമാധാനമോ. ഞാൻ പണ നിക്ക് പോണ പോയിട്ടില്ലെങ്കിൽ എന്താവല്ലേ വേറെ ആരും ഒരു ഇൻകം ഇല്ല, ഒരാളെന്നെ ഉള്ളത് ആയതുകൊണ്ട് പോയിട്ടില്ലെങ്കിൽ ആവല. പിന്നെ ഇനി മെഡിസിനും കാര്യങ്ങളായിട്ട് ചെലവ് കൂടുതലും വെക്കും. പിന്നെ ഞാൻ ഇതുവരെ നീ ജോബിന് പോ, അല്ല എനിക്ക് അത് കൊടുത്തിട്ടാ ഇത് കൊടുത്തിട്ടാ ഞാൻ ഇതുവരെ നിന്നോണ്ട്. അതാണ് എന്റെ വൈഫ്. അതിനാണ് അവിടെ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് മാരേജ് ആക്കിയത്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടും നമുക്ക് ഇപ്പൊ എന്തെങ്കിലും മെഡിസിൻ നമ്മളെ ബേസിക് നീഡ് തന്നെ നമുക്ക് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മ നിന്നിട്ടും കാര്യമില്ലല്ലോ. അങ്ങനെ ഇപ്പൊ അല്ല അപ്പൊ ജോബിൽ തന്നെ ഉണ്ടായത് ഇതുവരെ എങ്കും ഇവിടെ മിണ്ടാതെ തീർന്നിട്ടില്ല. പേരില് 1 വീക്ക് പിന്നെ ഒരു റെസ്റ്റ് എടുക്കാണ് കണ്ടിന്യൂസ് ജോബ് ആകുമ്പോ. ഇതാണ് നമ്മ പ്രഗ്നൻസി റിവീൽ ആക്കിയത്. ഫസ്റ്റ് ഞാൻ ഇതിൽ ടെസ്റ്റ് ആക്കിയിട്ട് നോക്കിയത്. ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ ഡൗട്ടായിട്ട്. ഇപ്പൊ അനക്കുണ്ടെങ്കിൽ എന്റെ പീരിയഡ്സ് റെഗുലർ ആയിട്ട് ഉണ്ട്. അതപ്പോ ഒരു 3 days ഒരു 5 days അങ്ങനെ കൂടുതലായിട്ട് ഇതാണ്. അപ്പൊ നമുക്ക് ടെസ്റ്റ് ആക്കേണ്ടി വരുന്നത്. അതെ ഇതായെങ്കിൽ നമ്മ പ്ലാനിലൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. പ്ലാൻ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മ ഫസ്റ്റ് തന്നെ പറഞ്ഞിന് പ്ലാൻ ഒന്നുമില്ല. പക്ഷെ ആയെങ്കിൽ അൽഹംദുലില്ലാ അതുവരെ നമ്മ ഹാപ്പി ആയിട്ട് തന്നെ ഇതാക്കും. അത് അതേപോലെ തന്നെ നമ്മ ഇപ്പൊ ഇതാക്കിയിട്ടുള്ളത്. കഴിഞ്ഞിട്ടായതുകൊണ്ട് അത് നമുക്ക് മാത്രമായിട്ടുണ്ടല്ലോ മാരേജ് ആയ എല്ലാ കപ്പിൾസിനും. എന്റെ ഫ്രണ്ട്സ് തന്നെ കുറെ പറയുന്നത് അങ്ങനെ ചോദിക്കണം ഇങ്ങനെ ചോദിക്കണം. അതൊന്നും മൈൻഡ് ആക്കാണ് നിങ്ങളുടെ കാര്യം. നിങ്ങളാണ് കൊണ്ടുവരുന്നത്. എന്താ ഇപ്പൊ ഒരു നമുക്കൊരു സിറ്റുവേഷൻ വന്നെങ്കിൽ ആരും ഒന്നിച്ചിട്ടുണ്ടാവില്ല, എത്ര ഉണ്ടാവില്ലേ, ആരും ഉണ്ടാവില്ല, നമുക്ക് നമ്മളുടെ ഉണ്ടാവത്തില്ല. അപ്പൊ ഓരോ കേട്ടിട്ട് പോവും. അല്ലാതെ അതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് തരാനോ ഓരോ നിക്കാല. അപ്പൊ നിങ്ങ ഇതാക്ക എന്തായാലും അല്ലാതെ നിങ്ങൾ ഒരു സ്ട്രെസ്സിലെല്ലാം കൊടുത്തിട്ട് പിന്നെ ഹസ്ബൻഡ് വൈഫാണ് തീരുമാനിക്കണം. അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ആയെങ്കിൽ ഓരോ ഫാമിലിയും അല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങൾ രണ്ടാളും നിങ്ങളാണ് പാർട്ട്നേഴ്സ്. അപ്പൊ നിങ്ങളാണ് തീരുമാനിച്ചിട്ട് ഇതാണ്. കുറെ ആള് പറയുന്നത് ഇങ്ങനെ അത് നമ്മ പയ്യെ തീരുമാനിക്കുമ്പോ എന്ത് പഠിച്ചോ തരല. നമ്മളടുത്തും കുറെ ആള് പറഞ്ഞിനി അത് നമ്മ പറയുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. പയ്യാകുമ്പോ പഠിച്ചോ തരില്ല അങ്ങനെ ഇങ്ങനെയല്ലോ അങ്ങനെന്തില്ല. എന്തായാലും പഠിച്ചാല് നിങ്ങളെ അറിയാലോ. അപ്പൊ ഇപ്പൊ കുറെ പ്രഗ്നന്റ് ആവാത്ത കുറെ ആളുണ്ട് എന്റെ ഫ്രണ്ട്സിലുണ്ട്. അപ്പൊ ഓരോ സങ്കടമെല്ലാം കാണുമ്പോൾ എനിക്കെന്തോ അതും ഓരോരുത്തർ വേറെ ആളിങ്ങനെ ക്വസ്റ്റ്യൻ എല്ലാം കേൾക്കുമ്പോ അതെന്താ പറയാ ഭയങ്കര സങ്കടമാണ്. അത് ഇപ്പൊ നമ്മ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് വലിയൊരു മാറ്റർ അല്ല. അങ്ങനെ വേണമെന്നുള്ളവരോട് ഇങ്ങനെ ആർക്ക് പ്രശ്നോ പിന്നെ എന്ത് പ്ലാൻ ഇല്ലേ അല്ല അങ്ങനെ എന്ത് കുട്ടികൾ എന്തായിട്ട് ഞാൻ പറഞ്ഞു 3-4 വർഷമായി എന്താ ആർക്ക് പ്രശ്നം ഡോക്ടറെ കാണിച്ചു. ഞാൻ പറഞ്ഞില്ല ആർക്ക് പ്രശ്നം അങ്ങനെ ഇങ്ങനെ കുറേ ചോദ്യം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആർക്ക് പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോ വേണ്ടെന്ന് വെച്ചിട്ട് ഇതാക്കിയത്. പിന്നെ ടൈം നമുക്ക് പിന്നെ നോക്കാം അങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ അതൊന്നും ഇപ്പൊ മാരേജ് ആയിട്ടുള്ള കുറച്ച് ഇയേഴ്സ് ആയിട്ടുള്ള കപ്പിൾസ് ആയെങ്കിൽ പിന്നെ മാരേജ് ആയ പിറ്റേ ദിവസം തന്നെ തുടങ്ങുന്നല്ലേ എന്തായാലും എന്തെങ്കിലും ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് പോലെ അവർ കൊടുക്കുന്നില്ല. അപ്പൊ അതൊന്നും മൈൻഡ് ആക്കാത്ത നിങ്ങളെ ലൈഫ് ഇതാക്കിയിട്ട് നിങ്ങൾ പോവാ. നമ്മ ആ ഓരോ അല്ലെങ്കിൽ പൊരലത്തെ പ്രഷർ ഉണ്ട്, ഓന്റെ പാരന്റ്സ് പ്രഷർ ആക്കുന്നു, അല്ലെങ്കിൽ ഓളെ പാരന്റ്സ് പ്രഷർ ആക്കുന്നു. അതൊന്നും മാറ്റർ ചെയ്യല്ല. അപ്പൊ എന്റെ ഉമ്മ എങ്ങോ പറയുന്നുണ്ടേ നമ്മളെ ഫസ്റ്റ് ചോദിക്കും നിങ്ങൾക്ക് എത്ര സ്വത്തുണ്ടെന്നല്ല എത്ര മക്കളുണ്ട് അല്ലെ ചോദിച്ചിട്ട് അവർ എന്താക്കാണ് ചോദിച്ചിട്ട് പോകുന്നില്ലേ. ചോദിച്ചിട്ട് നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം ഉണ്ടാ അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാ, അവർക്ക് വളർത്താൻ എന്തെങ്കിലും ഉണ്ടാവില്ല, അവർ നമുക്ക് കൊണ്ടു തരുന്നില്ല. അത് നോക്കേണ്ട എല്ലാ കാര്യവും നമ്മന്നെ പ്രസവിച്ചിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള നീഡ്സും കൊടുക്കണം. പിന്നെ നമ്മുടെ അതിക്ക് വേണ്ടി എല്ലാ ചോദിക്കാൻ മാത്രം ഉണ്ടാവും. അപ്പൊ അത് ഇത് ഞാൻ പറയുമ്പോ കുറെ ആൾക്ക് റിലേറ്റ് ആക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ആരും ടെൻഷൻ ആകണ്ട. ഇൻഷാല്ലാ എന്തെങ്കിലും അല്ല വലുതല്ലേ. അപ്പൊ അല്ലരട്ടി മുകളിൽ ആരില്ലല്ലേ. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്കും ഒരു ഡേ വരും. ഇനിയിപ്പോ 10 years ആയിട്ട് ഇതാക്കുന്ന പ്രഗ്നന്റ് ആകുന്നവരുണ്ട്. അപ്പൊ നിങ്ങളെ ഹോപ്പ് എന്തെങ്കിലും കൈവിടണ്ട. ഇൻഷാല്ലാ എന്തെങ്കിലും ആവും. എനിക്ക് ഒരാളെ ഇങ്ങനെയല്ലേ ചോദിക്കുന്നത് എന്താ മരുന്ന് എടുത്തിട്ടില്ലേ അങ്ങനെയല്ലേ ചോദിക്കുന്നില്ലേ. ഇൻഷാല്ലാ നാച്ചുറലി ആവാൻ തന്നെ നോക്കുക മാക്സിമം. പിന്നെ എന്തെങ്കിലും അങ്ങനെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷാല്ലാ ഒരു നല്ല ഡോക്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ
നിങ്ങൾ നല്ല അതിൻ്റെ ഡോക്ടർക്ക് അലങ്കാരിക്കാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇതാക്കാം. അത് വെച്ചിട്ട് നമുക്ക് ഇതുവരെ അങ്ങനെ ഒന്നും വന്നിട്ട് കാരണം എൻ്റെ നമുക്ക് ബോഡിയിൽ അങ്ങനത്തെ ഒരു ഇതൊന്നും ഹോർമോണൽ പ്രശ്നമില്ല. നമ്മളെന്നാണെന്ന് വെച്ചത് ഇവിടെ നമുക്കൊരു മെന്റലി ഓക്കെ ആണെങ്കിലല്ലേ, ഇപ്പോഴും മെന്റലി ഓക്കെ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇനും ഇങ്ങനെ വെയിറ്റ് ആക്കാന് ഇപ്പൊ എല്ലാം ഒത്തുകൂടിയിട്ട് ഒരു ഡേ വരെയല്ല എന്തെങ്കിലും, എല്ലാം ഒത്തുകൂടിയിട്ട് ഒരു ഡേ വരെയല്ല എന്തെങ്കിലും. അപ്പൊ അത് എന്തെങ്കിലും അത് നമുക്കറിയാം. നമ്മ ഒരു പ്രശ്നം തീരാനും വിചാരിക്കും, പക്ഷെ അടുത്ത പ്രശ്നം റെഡി ആയിട്ട് ഡോറിലോ ഇതാക്കും നോക്കാക്കും. അപ്പൊ അതേപോലെ ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, പിന്നെ കുറെ ആള് കുട്ടികളെ വേണ്ടെന്ന് വെക്കുന്നവരുണ്ട്. കൊടുന്നിട്ട് കഷ്ടപ്പെടുത്തുന്നതിലും നല്ലത് അങ്ങനത്തെ ഒരു ഡിസിഷൻ ആയെങ്കിൽ നല്ലതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയന്. പിന്നെ എന്തെങ്കിലും അവിടെ നമ്മളാണ് നമ്മുടെ ലൈഫ് ജീവിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് പറയാന്. ഇത് കുറെ ലോങ് ആണെന്നുണ്ടാവും, പറഞ്ഞുകൊണ്ടേ ഉണ്ടാവും. അല്ല ഞാനിപ്പോ എന്തെങ്കിലും കുറെ ഇപ്പൊ നമ്മ ഫേസ് ആക്കി നമുക്ക് അത്ര അധികം ഫേസ് ആക്കിയിട്ട് അപ്പൊ നിങ്ങളത് തന്നെ പറയാ. അല്ലാതെ നിങ്ങളത് എന്താ എല്ലാം സഹിച്ചിട്ടും കേട്ടിട്ട് നിൽക്കുമ്പോ ഇല്ലേ കുത്താനും വീണ്ടും വീണ്ടും ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾ അതിലേക്കുള്ള റിപ്ലൈ ഇതാക്കാം. നമുക്ക് വേണ്ടപ്പോ നമ്മൾ ഇതാ അല്ലെങ്കിൽ പഠിച്ചപ്പക്കാകുമ്പോ തരും. അല്ലാതെ ഇങ്ങനെ കുറെ ഇതാക്കുക, അതേപോലെയുള്ള ചെറിയ ചെറിയ മറുപടി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ട്, എന്താ ഞാൻ അത് പറയാത്തതിന്റെ ഒരു ഇതുണ്ടാവും. അപ്പൊ ഇൻഷാല്ലാ എല്ലാരും നല്ലതിൽ ഇത് പ്രസവിച്ചിട്ട് നല്ല ഹെൽത്തി ബേബി ആവാൻ എല്ലാരും നമുക്ക് വേണ്ടിട്ട് ദുആ ചെയ്യണം. അപ്പോ എല്ലാരും ദുആ ചെയ്യാ. ഇപ്പൊ ഇതായെങ്കിൽ ഇപ്പൊ റിവീലാക്കുന്നതും സേഫ് ഒന്നും ഹെൽത്ത് എന്ന് ഞാൻ പറയുന്നില്ല. അതിപ്പോ പഠിച്ചവന്റെ കയ്യിലുള്ളത്. കുറെ ആളെ 3 മന്ത് എപ്പോഴെങ്കിലും ഫസ്റ്റ് കുറെ ആൾക്കാർ ഫസ്റ്റ് മന്തിലേ റിവീലാക്കുന്നവരുണ്ടാവും. അപ്പോ ഇൻഷാല്ലാ എല്ലാം നല്ല രീതിയിൽ വരട്ടെന്ന് പ്രാർത്ഥിക്കണം. പിന്നെ എല്ലാം പഠിച്ചവനെ കയ്യിൽ പഠിച്ചവനെ എങ്ങനെ വെച്ചിരിക്കണം അത് ഫേസ് ആക്കാൻ എന്തെങ്കിലും നമ്മൾ റെഡി ആയിട്ടുണ്ടാവണം തന്നെയല്ലേ, റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ ഇൻഷാല്ലാ അപ്പൊ പിന്നെ നാളെ അപ്പൊ പോകുന്ന അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഇപ്പൊ എന്തോ അപ്പൊ പോകുമ്പോ ഞാൻ ഫുള്ള് ഒരു ഒറ്റ കൈപോലാന്ന് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ. ഇപ്പൊ ഞാൻ ഈ പ്രഗ്നൻസി ടൈമിൽ അധികം ഇപ്പൊ ഉണ്ടായത് എൻ്റെ പോലുള്ള ഉണ്ടായത് ഇവിടെ അപ്പൻ്റെ ഉമ്മ ഉണ്ടായിട്ടാ. അപ്പൊ അപ്പൻ്റെ ഉമ്മ ഉണ്ടായത് അല്ല മുമ്പന്നെ ഉണ്ടായി എടാ ഏട്ടമ്മന്നെ അടക്ക് പോയി. അപ്പൊ ആ ടൈമിൽ ഞാൻ എൻ്റെ അപ്പർക്ക് പോയിട്ടുണ്ടായി. എന്നെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ അവിടെ സ്വന്തം ഉമ്മായിട്ടുണ്ടാവും കംഫർട്ട്. പക്ഷെ എനിക്ക് അപ്പുള്ള പോലെ ആരും അങ്ങനെ അതിനാരും അങ്ങനെ ട്രീറ്റ് ആക്കുന്നില്ല. അപ്പൊ ഇപ്പൊ പോകുമ്പോ എനിക്ക് നല്ലോണം സാഡാത്. എനിക്കറിയാലോ നാളെ പോകുമ്പോ എന്താവും എനിക്ക്. പിന്നെ ഇപ്പൊ പോകുന്ന ജോബിന്റെ അടുത്ത് പിന്നെ എന്റെ ബ്രദേഴ്സ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് അപ്പൊ വിചാരിച്ചിട്ട് എനിക്ക് ടെൻഷൻ ഇല്ല, എന്നെ വിചാരിച്ചിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ട് എന്ന് പറയുന്നത്. എല്ലായിടത്തും പോകുമ്പോ ഇതന്നെ പറയുന്ന. ഫസ്റ്റ് സൗദി പോകുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്. പിന്നെ ബാംഗ്ലൂർ പോണ്ടേ എന്നെ. ബാംഗ്ലൂർ ഇല്ലെങ്കിൽ ഞാൻ ഇന്നെ ടിക്കറ്റ് എടുത്തിട്ട് പൊട്ടി. അപ്പൊ സൗദി കളിപ്പോ നമുക്ക് പറ്റല്ലോ എന്തെങ്കിലും അങ്ങനെ. അത്രേ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ പ്രഗ്നൻസി റിവീലിംഗ്. അപ്പൊ ഞാൻ വീഡിയോയുടെ തന്നെ റീസണും ഇതാക്കിട്ട് അറിയും. ഇപ്പൊ ബേബി ബംപ് ഒന്നും ചെറിയ രീതിയിൽ കാണുന്നുണ്ട്, അങ്ങനെ വലിയ രീതിയിൽ വലിയ വയർ അങ്ങനെ ഒന്നുമില്ല. 4 month ആയത് ചെറിയ രീതിയിൽ ഒരു ബേബി ബംപ് ഉണ്ട്. പിന്നെ ഭയങ്കര അസ്വസ്ഥത ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ എന്റെ 2nd trimester അല്ലേ. അപ്പൊ ഇൻഷാല്ലാ ഇനിയൊരു ട്രൈമിസ്റ്റർ കഴിഞ്ഞെങ്കിൽ നമുക്കായിട്ട് ഒരാള് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്നെ ഇവിടെ വയറ്റില് തല വെച്ച് സംസാരിക്കുന്നുണ്ട്. ആൾക്ക് എന്തെങ്കിലും മനസ്സിലാകാൻ അറിയാലോ. 5 month കഴിയണോ എന്നാലും ഹാപ്പിനെസ് നമ്മ വിചാരിക്കുന്നവർക്ക് കേൾക്കുന്നുണ്ടാവും, ബേബിക്ക് കേൾക്കുന്നുണ്ടാവും എന്നിട്ട്. അപ്പൊ ഇൻഷാല്ലാ എല്ലാവരും ദ്വാരക്കാം. നീ ഹാപ്പി അല്ലേ? നമുക്ക് ബേബി ആണല്ലേ. ഇത് ബേബിക്ക് വേണ്ടത് ബേബിനകത്ത് കളിക്കാൻ വെയിറ്റ് ആക്കുന്നുള്ളത്. ഇതിപ്പോ 2 ആളെ ഞാൻ നോക്കേണ്ട അവസ്ഥ ആവും തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ദുആ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ. ഇനി വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഞാനിപ്പോ ഒറ്റക്കല്ല ഉള്ളത്. ഇൻഷാല്ലാ നോക്കാം. ഇപ്പൊ ഞാനിപ്പോ എന്റെ വീട്ടിലേക്ക് പോകുന്നുള്ളത്. ഇനി ഇങ്ങോട്ട് എപ്പോ വരുമെന്നൊന്നും അറിയില്ല, അവിടെ പോയിട്ട് എത്ര ദിവസം നിൽക്കുമെന്ന് അറിയില്ല. നോക്കാം ഇൻഷാല്ലാ. അപ്പൊ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.